അപ്പോ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ RCMലെ ഏറ്റവും ഇമ്പോർട്ടന്റും നമ്മുടെ ലൈഫില് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ന്യൂട്രിചാർജ് സെഗ്മെന്റ്. അതായത് ചിലർക്ക് RCM ചെയ്യണമായിരിക്കാം, ചെയ്യണ്ടായിരിക്കാം, വരുമാനം വേണമായിരിക്കാം, ചിലപ്പോൾ അവർക്ക് വരുമാനം ആവശ്യത്തിലധികം ഉള്ളവരായിരിക്കാം. പക്ഷെ ആരോഗ്യം എന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഏവർക്കും വേണ്ടതാണ്. ആരോഗ്യം, കാരണം ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന യാതൊരു കാര്യങ്ങളും നമുക്ക് നടക്കില്ല. ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിച്ചാലും, നമ്മുടെ വീട്ടിൽ ഒരു ഗെറ്റ് ടുഗദർ വെക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ ജോലിക്ക് പോകണമെങ്കിലും, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തണമെങ്കിലും നമുക്ക് ആരോഗ്യത്തോടുകൂടി ഇരുന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ RCM ആയിട്ട് ഒരു ബന്ധം, RCM ചെയ്താലും ചെയ്തില്ലെങ്കിലും ആരോഗ്യം എന്ന് പറഞ്ഞ കാര്യം നമുക്ക് തീർച്ചയായിട്ടും വേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് തന്നെ മുമ്പിട്ട് നിൽക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ന്യൂട്രിചാർജ്. അതോടൊപ്പം നമ്മുടെ RCMലെ നിത്യോപയോഗ സാധനങ്ങളും. കാരണം മായമില്ലാത്ത ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നത് RCMല് വന്നതുകൊണ്ടും RCM ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നത് കൊണ്ടുമാണ്, അല്ലെ? അപ്പോ RCM ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ അവസരം ലഭിക്കുന്നുണ്ട്. അതിലൂടെ ഒരു പരിധി വരെ അകത്തേക്കുള്ള ടോക്സിൻസിനെ, ഒരു പരിധിന്നേ പറയാൻ പറ്റുള്ളൂ, ടോക്സിൻസിനെ തടയാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഉള്ളിലുള്ള പോഷകങ്ങളുടെ കുറവ് ഇന്ന് നമ്മുടെ നാട്ടില് സുപരിചിതമാണ്, അല്ലെങ്കിൽ സർവ്വസാധാരണമാണ് പോഷകാഹാരക്കുറവ്. കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ, റിസർച്ചുകൾ എടുത്തു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഒമേഗ 3 ഡെഫിഷ്യൻസി ഒക്കെ എന്താ പറയാ, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ തന്നെ വീട്ടിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, വൈറ്റമിൻ ഡിയുടെ കുറവ്, അല്ലെങ്കിൽ പ്രോട്ടീന്റെ കുറവ്, ഓരോ ഇതുകളും കുറഞ്ഞു കുറഞ്ഞ്, അയൺ കുറവ്, ഹീമോഗ്ലോബിൻ കുറവ്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നമ്മുടെ വീട്ടിലും ഉണ്ട്. ഇത് എന്തുകൊണ്ട് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഭക്ഷണം മാറിപ്പോയി പണ്ടത്തെ അപേക്ഷിച്ച്. അപ്പൊ അതിനകത്ത് നമുക്ക് ഏറ്റവും ഇന്ന് ലോകത്തുള്ള എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് നമുക്ക് ന്യൂട്രിചാർജ് എന്ന് പറഞ്ഞ സെഗ്മെന്റിലൂടെ നമുക്ക് RCM TCG തന്നിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മളെല്ലാവരും ഏറ്റെടുക്കുക. നമുക്കറിയാം, RCMലുള്ള സീരിയസ് ആയിട്ട് RCM ചെയ്യുന്ന എല്ലാവരും ന്യൂട്രിചാർജ് സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ നമുക്ക് പലപ്പോഴും അത് എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. കുറെ ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം നമ്മൾ പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇത് ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളാണ്. ചിലർക്ക് മണി പ്രോബ്ലം കൊണ്ടാണ് വാങ്ങാത്തത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ന്യൂട്രിചാർജിനെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് ഒരാളോട് പറയാൻ പറ്റുള്ളൂ. കാരണം ന്യൂട്രിചാർജ് വുമൺ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് കേട്ടോ. നിങ്ങളത് വാങ്ങിക്കഴിക്കൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ബെറ്റർ ആവാൻ നല്ലതാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു ഒറ്റ പറയലിൽ ആളുകൾ വാങ്ങണം എന്നില്ല. അവരെ കൊണ്ടൊന്ന് ചിന്തിപ്പിക്കണം നമ്മള്. ഇത് എനിക്ക് ആവശ്യമാണോ? നമ്മൾ പറഞ്ഞു പോയാലും, നമ്മളോട് വേണ്ട എന്ന് പറഞ്ഞു പോയാലും, പിന്നീടായാലും അവരിരുന്ന് ചിന്തിക്കണം. അന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞിരുന്നല്ലോ, എനിക്കത് വേണ്ടതാണോ എന്ന് അവരെ ബ്രെയിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ അവരപ്പോൾ വാങ്ങും, ചിലപ്പോൾ അവരപ്പോൾ വാങ്ങിയില്ലെങ്കിലും പിന്നീട് വാങ്ങും. അന്ന് എന്നോട് പറഞ്ഞില്ലേ, അതെനിക്ക് വേണം എന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി കുറച്ചും കൂടി വീണ്ടും 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 പഠിച്ചുകൊണ്ടിരിക്കണം. അതിനാണ് നമുക്കിപ്പോൾ ആഴ്ചയിൽ ഇഷ്ടം പോലെ ന്യൂട്രിചാർജിന്റെ സെഷൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ന് പ്രൊഡക്റ്റിനെ പറ്റി ഒന്നും ഡീപ്പായിട്ട് പറയുന്നില്ല. പക്ഷെ എന്തിനാണ് നമുക്ക് സപ്ലിമെന്റ്സ്, അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യകത എന്താണ്, അതിനെ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ഊന്നി പറയേണ്ടത്, എന്തൊക്കെ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാം, ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് മാത്രമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെന്ന് എനിക്കറിയാം, എങ്കിലും നമുക്കൊന്നും കൂടി റിമൈൻഡ് ചെയ്യാം. ആദ്യം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ പലരോടും നമ്മളെ ന്യൂട്രീഷൻ, ഇന്നലെ ഞങ്ങൾ ഒരു വീട്ടില് വിസിറ്റ് ചെയ്തപ്പോ അവര് പറഞ്ഞതും ഇതുപോലെ തന്നെയാണ്. അവരിത് വാങ്ങി കഴിക്കുന്നുണ്ട്, ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്നുണ്ട്, ന്യൂട്രിചാർജ് മെൻ ഹസ്ബൻഡ് കഴിക്കുന്നുണ്ട്, ഗാമ റൈസിനോള്, ഒമേഗ 3 ഒക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ അവരിത് മറ്റു പലരോട് പറഞ്ഞപ്പോ മറ്റു പലരും അവരോട് പറഞ്ഞു കൊടുത്തത്, വെറുതെ ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കണ്ട, അത് ഇതൊന്നും വാങ്ങി കഴിക്കണ്ട. അങ്ങനെ പല കമ്പനികളും വരും, പല ബിസിനസ്സും അവരതിനെ സെയിൽ ചെയ്യാൻ വേണ്ടി നടക്കുന്നവരാണ്. ഞങ്ങൾ ഇതൊക്കെ മുമ്പേ കേട്ടിട്ടുള്ളതാണ്, ഞങ്ങൾ ഇത് കണ്ടിട്ടില്ല. ഈ ഒരു കമന്റാണ് അവർ ആദ്യം പറഞ്ഞത്. അപ്പോ അവർക്ക് അതിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോ ഇന്നലെ 5000 രൂപയുടെ ന്യൂട്രിചാർജ് പ്രൊഡക്ട്സ് ആണ് ഇന്നലെ അവരെടുത്തത്. അവർക്കും അവരുടെ ചേച്ചിക്കും മുട്ടുവേദനയുണ്ട്, അതിന് വേണ്ട ബീജ കയ്യിലുണ്ടായില്ല. ഓർഡർ എടുത്തപ്പോ 3000 രൂപയുടെ സാധനം ഇന്നലെ തന്നെ എടുത്തു. 3000 രൂപയുടെ ഉടനെ കൊണ്ടു കൊടുക്കണം.
അപ്പോൾ 6,000 രൂപയുടെ പ്രൊഡക്ട്സ് എടുത്തു, അതിൽ 5,000 രൂപയുടെ ന്യൂട്രി ചാർജ് തന്നെയാണ്. പിന്നെ തവിട് എണ്ണ ഉണ്ടായിരുന്നു, അങ്ങനെ 1-2 സാധനങ്ങളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 6,000 രൂപയുടെ പ്രൊഡക്ട്സ് എടുത്തു. അപ്പൊ ആദ്യം അവരൊരു സംശയത്തിലാണ് നിന്നിരുന്നത്. ആ സംശയം അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇന്ന് ആവശ്യമാണ് എന്ന്, അല്ലെങ്കിൽ ഇത് നമ്മൾ കഴിച്ചില്ല എങ്കിൽ കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടർ രാജൻ സാർ പറഞ്ഞു അല്ലെ, നമ്മുടെ ഫിനിക്സിൽ സുരാഗ് സാർ പഠിപ്പിച്ചെന്നാണ് കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. നമ്മൾ ചെയ്തില്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന വില, ഇത് നമ്മൾ എടുത്തില്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന വില, അതിന് നമ്മൾ എത്ര വലിയ വില കൊടുക്കേണ്ടി വരുന്നത് നമ്മളൊരു പരസ്യത്തിൽ കേട്ടിട്ടുണ്ട് അല്ലെ. പുകയില ഉപയോഗിക്കുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ മാതിരി ഇന്ന് സപ്ലിമെന്റ് ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു തോട്ട് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കണം. അപ്പൊ അതിന് നമുക്ക് സാധിക്കുകയാണെങ്കിൽ, അവർ കൺവിൻസ്ഡ് ആണെങ്കിൽ, അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്ലിമെന്റ്സ് വാങ്ങിയിരിക്കും. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനൊരു ഡിസ്കഷൻ. അതിൽ നമ്മൾ ഇന്ന് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം, എന്തിനാണ് ഇന്ന് സപ്ലിമെന്റ്സ്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു ചിന്ത ഉണ്ടായിരിക്കും, എന്താണ് ഇതൊക്കെ ആവശ്യമുണ്ടോ, ശരിക്കും ഇതൊക്കെ കഴിക്കണോ എന്നുള്ളത്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മൾ പണ്ട് കഴിച്ചിരുന്ന അതേ ഭക്ഷണമാണോ ഇന്ന് കഴിക്കണേ? ഇപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ ചെറുപ്പത്തിലേ ഉള്ള ഭക്ഷണം നമുക്ക് ആലോചിക്കാം. നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ചെറുപ്പത്തിലെ കഴിച്ച ഭക്ഷണം, നമ്മുടെ അമ്മൂമ്മയും അച്ചാച്ചനും ജീവിച്ചപ്പോൾ അവര് കഴിച്ചിരുന്ന ചെറുപ്പത്തിലെ ഭക്ഷണം, അതും അതായത് ഇപ്പൊ ഒരു ഗ്രാൻഡ് പാരന്റ്സ് കഴിച്ചതും നമ്മള് കഴിച്ചതുമായിട്ടുള്ള ഭക്ഷണം വെച്ച് നോക്കുമ്പോൾ അജഗജാന്തരം വ്യത്യാസമുണ്ട്. നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ്, അതായത് അപ്പൂപ്പനോ അമ്മൂമ്മയോ ചെറുപ്പത്തിൽ കഴിച്ച ഭക്ഷണവും നമ്മുടെ ചെറുപ്പത്തിൽ കഴിച്ച ഭക്ഷണവും ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസം. കാരണം അന്ന് നമ്മൾക്കറിയാം, പാടത്തും പറമ്പിലും കിട്ടുന്ന നല്ല പച്ചക്കറികൾ, നല്ല കായ്കൾ, നല്ല ഫലങ്ങള് ഉപയോഗിച്ച് നല്ല ട്രഡീഷണൽ രീതിയിൽ പാചകം ചെയ്ത്, അതിന് പാത്രങ്ങൾ, നല്ല പാത്രങ്ങൾ, അടുപ്പിൽ പാചകം ചെയ്ത്, അതായത് വിരുദ്ധാഹാരങ്ങളൊന്നും ഇല്ലാതെ, ചേരാത്തത് കൂട്ടിച്ചേർക്കാതെ, ചേരുന്നതും ചേരാത്തതും അങ്ങനെ ഭക്ഷണങ്ങളുണ്ട്. അതൊന്നും മിക്സ് ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ പാരൻസ് ഉണ്ടാക്കി തന്നു, നമ്മൾ അത് കഴിച്ചിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് കഴിച്ചിരുന്നു, അവരുടെ പാരൻസ് ഒക്കെ കഴിച്ചിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. അടുക്കളയിൽ വരുന്ന സാധനങ്ങൾ, കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറികൾ, പഴങ്ങള്, അത് മുഴുവനും എത്രമാത്രം രാസവളങ്ങളും അല്ലെങ്കിൽ കീടനാശിനികളും അടിച്ചിട്ടാണെന്നും, അതുപോലെ തന്നെ അത് കേടുവരാതിരിക്കാൻ വേണ്ടി ചേർക്കുന്നത്, പെട്ടെന്ന് പഴുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചേർക്കുന്ന സാധനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ വിഷമായിട്ടാണ് വരുന്നത്. അത് വലിയൊരു പോയിന്റ് ആണ്. രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് ഇത് പാചകം ചെയ്യുന്ന രീതി. ഇന്ന് കൂടുതലും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, അതുപോലെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അതിൽ പാചകം ചെയ്താൽ ടോക്സിൻസ് വരെ ഉണ്ടാകുന്ന പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നു. അതില് നമ്മൾ ഉപയോഗിക്കുന്ന അടുപ്പിൽ തീ കത്തുമ്പോഴും ഗ്യാസ് അടുപ്പിൽ തീ കത്തുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കാരണം അടുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാത്രത്തിന്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് ആ പാചകത്തിന്റെ തീനെ വലിയൊരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും, അതായത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തിട്ടുള്ള രീതിയിൽ. പക്ഷേ ഗ്യാസ് അടുപ്പിൽ നമുക്ക് സിമ്മോടൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഒരേ ലെവലിൽ അത് കത്തിക്കൊണ്ടേയിരിക്കും. അതിനെ ഓഫ് ചെയ്യുന്നവരെ അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച്. അതുപോലെ ചേരുന്നതും ചേരാത്തതുമായ സാധനങ്ങൾ ചേർത്ത് വെക്കുക. അപ്പോൾ നമുക്കറിയാം, മാംസാഹാരത്തിന്റെ കൂടെ അല്ലെങ്കിൽ മീൻ അതുപോലത്തെ ഭക്ഷണത്തിനൂടെ തൈര് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ ഒന്നിച്ച് ചേർക്കാൻ പാടില്ലാത്തതുണ്ട്. പക്ഷെ അതൊക്കെ ഇന്ന് പല യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടും പല റെസിപ്പീസ് കണ്ടിട്ടും നമ്മൾ ചേർത്തുകൊണ്ട് പാചകം ചെയ്യാറുണ്ട്. എന്താണ് ഇന്ന് എല്ലാവരുടെയും ആഗ്രഹം? നിറം വേണം, മണം വേണം, രുചി. പണ്ട് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് എനർജി കിട്ടാൻ, അതായത് ന്യൂട്രിയൻസ് കിട്ടാനും, അതുപോലെ നമുക്ക് എനർജി കിട്ടാനും, അതുപോലെ നമ്മുടെ ഒരു മരുന്ന് പോലെയുള്ള കാര്യങ്ങളായിരുന്നു ഭക്ഷണമാക്കി തന്നിരുന്നെങ്കിൽ, ഇന്ന് നമുക്ക് മരുന്നുമല്ല, എനർജിക്കുമല്ല, ഒരു പോഷകങ്ങളും ഇല്ലാത്ത രീതിയിൽ ആകെ വേണ്ടത് വയറ് നിറയണം, നാവിന് രുചി ഉണ്ടാവണം, കാണാൻ നല്ല ചന്തം ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളിലാണ് നമ്മൾ ഭക്ഷണത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടുന്ന ഭക്ഷണങ്ങളാണ് ഇന്ന് നമ്മുടെ അടുക്കളയിൽ ഒരു 90%. 10% മാത്രമേ നമുക്ക് നല്ലതെന്ന് പറയാൻ പറ്റുള്ളൂ. അന്ന് വാഴയുടെ എല്ലാ ഭാഗങ്ങളും എടുത്തിരുന്നു, ഭക്ഷണത്തിന് എടുത്തിരുന്നു. അതുപോലെ പടവലങ്ങ, മത്തങ്ങ, കുമ്പളങ്ങ, ചീര, മുരിങ്ങയില, മണ്ണിന്റെ അടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതെല്ലാം നല്ല രീതിയിൽ പാചകം ചെയ്ത്, നല്ല രീതിയിൽ കൃഷി ചെയ്ത്, നല്ല രീതിയിൽ പാചകം ചെയ്ത് കഴിച്ചിരുന്നു. ഇന്ന് അതിന്ന് മാറി. പിന്നെ അന്ന് നമ്മുടെ വായു നല്ല ശുദ്ധവായു ആയിരുന്നു. നമുക്ക് പുറത്തിറങ്ങി നടന്ന ഇത്രയും പൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല, ഇത്രയും വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരുപാട് വായു മലിനീകരണം ഇന്ന് കൂടിയിട്ടുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച്.
അപ്പൊ അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണം, അകത്തേക്ക് ശ്വസിക്കുന്ന വായു, നമ്മൾ അകത്തേക്ക് കുടിക്കുന്ന വെള്ളം. വെള്ളം നമുക്കറിയാം, പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ശുദ്ധജലം എന്ന് പറഞ്ഞത് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു എന്താ പറയാ, മൂല്യമുള്ള ഒരു വലിയൊരു മൂല്യം. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ശുദ്ധജലം പാഴാക്കരുത്, അത് അമൂല്യമാണെന്ന്. പക്ഷെ ആ അമൂല്യമായ സാധനം ഇന്ന് വളരെ റെയർ ആയിട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. വെള്ളം കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമാണെന്ന് യാതൊരു ഉറപ്പില്ലാത്ത രീതിയിൽ പൊല്യൂട്ടഡ് ആയിട്ടും മണ്ണിൽ നിന്നുള്ള ടോക്സിൻസും അതുപോലെ നമ്മുടെ വിഷങ്ങളെ ഈ രാസവളങ്ങളും രാസ കീടനാശിനികളും മണ്ണിലും അത് അടിയിൽ കിണറ്റിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലേക്കാണ് ചെല്ലുന്നത്. പിന്നെ നമുക്കത് വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരുമ്പോൾ അത് നമുക്ക് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, പല പല രോഗങ്ങളായിട്ട് മാറുന്നുണ്ട്. ഈ കാലങ്ങള് ഇത്രയും കാര്യങ്ങൾ പണ്ടത്തെ അപേക്ഷിച്ച് വളരെയധികം മാറിയിട്ടുണ്ട്. അവിടെ അതിലും കൂടാതെ അന്ന് നമ്മൾ അധ്വാനിക്കുന്ന പണി ചെയ്തിരുന്നു, തവിടുള്ള അരിയുടെ കഞ്ഞി കുടിച്ചിരുന്നു, അങ്ങനെ നല്ല ഭക്ഷണങ്ങളും കഴിച്ചിരുന്നു, അധ്വാനം ഉണ്ടായിരുന്നു. ഇന്ന് അധ്വാനം കുറഞ്ഞു എന്നല്ല, അധ്വാനം ഇല്ല, തീരെ ഇല്ലാതെയായി. ഭക്ഷണ രീതി അപ്പാടെ മാറിപ്പോയി. മാത്രമല്ല, നമ്മുടെ അടുക്കളയിലേക്ക് കയറാൻ പാടാത്ത അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വാങ്ങി കഴിക്കുന്നു. അതായത് കളറ് വെള്ളങ്ങളായിട്ട് കിട്ടുന്ന കുപ്പികളിൽ കിട്ടുന്ന മിറിൻഡ, പെപ്സി, സോഡ, ഫ്രൂട്ടി എന്ന് പോലത്തെ ജ്യൂസുകള്, അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങി കഴിക്കുന്ന ബജികള്, അതുപോലെ ചായ, യാതൊരു രീതിയിൽ ഹൈജീനിക് അല്ലാതെ ഉണ്ടാക്കുന്ന ചായ, അതുപോലെ കുഴിമന്തി, ബർഗർ, അതുപോലത്തെ പിസ്സ പോലത്തെ ജങ്ക് ഫുഡുകള്, ഇതെല്ലാം നമ്മൾ അകത്തേക്ക് വേണ്ടാത്തത് കഴിക്കുകയും ചെയ്യുന്നു, വേണ്ടുന്നത് പണ്ടത്തെ അപേക്ഷിച്ച് കഴിക്കുന്നുമില്ല. ഇവിടെയാണ് നമ്മളെ ശരീരത്തിന്റെ ഘടന തന്നെ മാറുന്നത്, ശരീരത്തിന്റെ ബാലൻസ് തന്നെ എന്താ പറയാ, താളം തെറ്റിപ്പോകുന്നത്, ബാലൻസ് തകരാറിലാവുകയും ശരീരം പോഷകങ്ങളുടെ കുറവിനെയും അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരുന്ന ടോക്സിൻസിനെയും എല്ലാം പ്രതികരിച്ച് പുറത്തേക്ക് കളയാനും അല്ലെങ്കിൽ അതിനെ നമ്മൾക്ക് കാണിച്ചു തരാനും വേണ്ടി പല പല രോഗലക്ഷണങ്ങളായിട്ട് പുറത്തു വരുത്തും. അപ്പോ പല പല രോഗലക്ഷണങ്ങളിലൂടെ നമ്മളോട് അറിയിക്കുകയാണ് ചെയ്യുന്നത്, എനിക്ക് ഡാമേജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ തകരാറിലാണ്, ഞാൻ ഓടുന്ന വണ്ടി ഓക്കെ അല്ല, അല്ലെങ്കിൽ എനിക്ക് കുറവുകളുണ്ട്, എനിക്ക് പോഷകങ്ങൾ വേണം എന്ന് ശരീരം നമ്മളോട് പറയുന്ന ഭാഷകളാണ് പല പല രോഗാവസ്ഥകളും അല്ലെങ്കിൽ പലതര സിംറ്റംസും കാണിച്ചു തരുന്നത്. അതിന്റെ ചെറിയ ചെറിയ അലാം അടിക്കുമ്പോൾ, ചെറിയ ചെറിയ ശബ്ദത്തിൽ അലാം അടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അലാം അമർത്തി വെക്കുന്ന പോലെ, അല്ലെങ്കിൽ അതിന് കെയർ ചെയ്യാതെ ശ്രദ്ധിക്കാതെ വിടും. പക്ഷെ അത് വലിയ വലിയ അലാറമായിട്ട് മാറുമ്പോൾ, നമുക്ക് ശ്രദ്ധിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകും, ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങും, അവിടെ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യും, അവർ പറയുന്ന മരുന്ന് വാങ്ങിക്കഴിച്ച് ഒന്നും കൂടി കേടായ സാധനത്തിനെ ഒന്നും കൂടി കേടാക്കും. അവിടെ താൽക്കാലികമായിട്ട് നമ്മുടെ രോഗലക്ഷണങ്ങൾക്ക് ഒരു ശമനം കിട്ടുമെങ്കിലും അവിടെ ഒരിക്കലും ആ രോഗലക്ഷണം എന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് മുട്ടു തേയ്മാനം വന്നു, മുട്ടു തേയ്മാനം വരാനുള്ള കാരണം എന്താണ്, അതിനെയെല്ലാം നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യണേ. ആ വേദനയ്ക്ക്, മുട്ടുവേദനയ്ക്ക് ഒരു താൽക്കാലിക പരിഹാരം. ഇങ്ങനെ നിരന്തരം ലക്ഷണങ്ങളെ കംപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ അവിടെ കിടക്കുന്ന പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും പല പല രൂപത്തിൽ പുറത്തേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊരു ജീവിതശൈലി രോഗത്തിലേക്ക്, നിത്യരോഗത്തിലേക്കോ മരുന്നുകൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിലേക്ക് പോകുന്നത്. അവിടെ നമ്മളെ രക്ഷിക്കാനായിട്ട് RCM എന്ന പ്രസ്ഥാനത്തിന് നല്ലൊരു പങ്ക് വഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേര് ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയവരുണ്ട്, ഒരു ആശുപത്രിയിലും പോകാതെ ഒരു മരുന്നും കഴിക്കാതെ പോകുന്നവരുണ്ട്. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന FMCG പ്രൊഡക്ട്സുകൾ ഉണ്ട്. അത് ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ന്യൂട്രീഷ്യസ് സപ്ലിമെന്റ്സ്, ഇന്ന് നമ്മൾ കഴിക്കുന്ന പ്ലേറ്റില്, നമ്മുടെ കഴിക്കുന്ന രാവിലത്തെ പ്ലേറ്റ്, ഉച്ചക്കലത്തെ പ്ലേറ്റ്, വൈകിട്ടത്തെ പ്ലേറ്റ്, ഇനി ഇടനേരത്തിൽ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണങ്ങളിലെല്ലാം ഇതിനകത്തെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ട പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, ഒമേഗ 3, വെള്ളം, 7 ന്യൂട്രിയൻസ് എസെൻഷ്യൽ ആയിട്ട് നമുക്ക് വേണം. പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഒമേഗ 3, വെള്ളം, അതുപോലെ തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റും വേണ്ട തന്നെയാണ്, ഫൈബർ വേണ്ടതാണ്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ എന്തുകൊണ്ട് അതിനെ മുൻഗണന കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ എല്ലാവരും കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിലധികം ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അതിന് മുൻഗണന കൊടുക്കാത്തത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഈ ഭക്ഷണത്തിലെ ഗ്യാപ്പ്, അതായത് നമുക്ക് കിട്ടേണ്ടത് 50 ഗ്രാം പ്രോട്ടീൻ ആണ്, പക്ഷേ 3 നേരം 4 നേരം കഴിച്ചിട്ടും നമുക്ക് കിട്ടിയത് 20 ഗ്രാം പ്രോട്ടീൻ ആണെങ്കിൽ ബാക്കി 30 ഗ്രാമിനെ നമ്മൾ സപ്ലിമെന്റ് എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് ഏതെങ്കിലും രൂപത്തിൽ ശരീരത്തിന് കൊടുത്തേ പറ്റൂ. 1-2 ദിവസം കൊടുക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ച കൊടുക്കാതിരിക്കുമ്പോഴോ ശരീരം അതിനെ
എന്താ പറയാ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകും. കാരണം ശരീരത്തിനെ അതേപോലെയാണ് ദൈവം സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളെ സ്വയം റിപ്പയർ ചെയ്ത് ഓക്കെ ആവാനായിട്ടുള്ള റിക്കവർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം, ഓട്ടോ മെക്കാനിസം ബോഡിക്കുണ്ട്. പക്ഷേ ഒരുപാട് നാള് നിരന്തരം നമ്മൾ ശരീരത്തെ പീഡിപ്പിക്കുമ്പോൾ, നിരന്തരം നമ്മൾ വേണ്ടത് കൊടുക്കാതിരിക്കുമ്പോഴോ, നമ്മൾ എല്ലാത്തിനും പറയില്ലേ, എല്ലാത്തിനും ഒരു അതിരുണ്ട്, ക്ഷമയ്ക്കുണ്ട് ഒരു അതിര് എന്ന് പറയില്ലേ, ശരീരത്തിനും അങ്ങനെ തന്നെയാ, ക്ഷമയ്ക്കുണ്ട് ഒരു അതിര്. അപ്പൊ ആ ക്ഷമയുടെ നെല്ലിപ്പലക കഴിയുമ്പോഴാണ് നമുക്ക് രോഗലക്ഷണങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ അതിനെ മനസ്സിലാക്കി അതിന് വേണ്ട രീതിയിൽ കുറേ പ്രശ്നങ്ങൾക്ക്, ഇപ്പൊ ഒരു 4-5 ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരാൾക്ക് മുടി കൊഴിച്ചിലുണ്ട്, അയാൾക്ക് തന്നെ ക്ഷീണമുണ്ട്, അയാൾക്ക് തന്നെ ഇടയ്ക്ക് തലകറക്കം വരുന്നുണ്ട്, അയാൾക്ക് വയറ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ ഒരുമിച്ച് കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെയും ഒരു കാരണം ഹീമോഗ്ലോബിൻ കുറവാണ്, അയൺ കണ്ടന്റ് വേണ്ട രീതിയിൽ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യത്തെ സോൾവ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഹീമോഗ്ലോബിൻ കറക്റ്റ് ആക്കി അല്ലെങ്കിൽ അയൺ കണ്ടന്റ് കൃത്യമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇവരുടെ ഈ 4-5 പ്രശ്നങ്ങൾ സോൾവ് ആവും. നേരെ മറിച്ച് നമ്മൾ അതിൽ ഓരോരോ ഡോക്ടർമാരെ ഓരോ കാര്യത്തിന് പോയി കണ്ടു കഴിഞ്ഞാൽ അവർ തരുന്ന ഓരോ ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അകത്തേക്ക് വീണ്ടും ടോക്സിൻസ് ചെല്ലുക ചെയ്യുന്നത്. അപ്പൊ അതൊരിക്കലും നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ രക്ഷപ്പെടുത്തില്ല. അവിടെ നമ്മുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ആ കുറവുകളെ നികത്തുകയും ചെയ്യണേ. അതിന് നമുക്ക് RDA എന്ന് പറഞ്ഞിട്ട് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട്, റെക്കമെൻഡ് ഡയറ്ററി അലവൻസ്. ഒരു ദിവസം ഒരു സ്ത്രീക്ക് ഇത്ര വൈറ്റമിൻസ് വേണം, ഒരു പുരുഷന് ഇത്ര വൈറ്റമിൻസ് വേണം, ഒരു കുട്ടിക്ക് ഇത്ര വൈറ്റമിൻസ് വേണം, ഇത്ര മിനറൽസ് വേണം, ഇത്ര പ്രോട്ടീൻ വേണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്രയും വൈറ്റമിൻസിനെയും മിനറൽസിനെയും പ്രോട്ടീനെയും നമുക്ക് വേണ്ട രീതിയിൽ RDA പറഞ്ഞ പ്രകാരത്തിൽ ചിലത് മാത്രമാണ് അതിൽ 100% RDA ആയിട്ട് വെച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് 100% വെക്കാത്തത്? നമുക്ക് കുറച്ചൊക്കെ ഭക്ഷണത്തിലൂടെ കിട്ടുന്നുണ്ട് അല്ലെ, കുറച്ചൊക്കെ നമ്മൾ അറിയാതെ ഭക്ഷണത്തിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ബാക്കി വരുന്ന കുറവിനെ നികത്താനാണ് നമുക്ക് സപ്ലിമെന്റില്, അതായത് ചിലത് 50% RDAയുടെ 50%. ഇപ്പൊ 50 ഗ്രാമാണ് RDAയിൽ പറഞ്ഞെങ്കിൽ 25% ഭക്ഷണത്തില് കിട്ടുകയാണെങ്കിൽ ബാക്കി 25% നമുക്ക് സപ്ലിമെന്റിലൂടെ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ചിലത് 100%, ചില കണ്ടന്റ് ഒക്കെ 100%ഉം അതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ ചിലത് നമുക്ക് അങ്ങനെ തരാൻ പാടില്ല, അതുകൊണ്ടാണ് അതിനെ കുറഞ്ഞ അളവിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ കുറവുകളൊക്കെ നമുക്ക് നമ്മുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് കൊണ്ട് തന്നെ നമുക്ക് നികത്തി കഴിഞ്ഞാൽ ശരീരത്തിന് കിട്ടാത്ത പോഷകങ്ങൾ കിട്ടുമ്പോൾ, അയ്യോ ഇതുവരെ എനിക്ക് അയൺ ഉണ്ടായിരുന്നില്ല, അയ്യോ ഇതുവരെ എനിക്ക് കാൽസ്യം കിട്ടിയിരുന്നില്ല, വൈറ്റമിൻ A കിട്ടിയിരുന്നില്ല, വൈറ്റമിൻ D കിട്ടിയിരുന്നില്ല, omega-3 കിട്ടിയിരുന്നില്ല, അതാ ഇതൊക്കെ വരുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ വരുന്നു. കാരണം എന്താ? RCMൽ ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ് തലേദിവസം കേട്ടു, പിറ്റേ ദിവസം മുതൽ കഴിക്കാൻ തീരുമാനം എടുത്തു. അപ്പൊ ബോഡി നോക്കുമ്പോൾ ഇതാണ്ട് എല്ലാം കൂടെ വരുന്നുണ്ട്. ഇതുവരെ കിട്ടില്ല എന്ന് വിചാരിച്ചതും അല്ലെങ്കിൽ കിട്ടാതെ കൊണ്ടുണ്ടായ വിഷമങ്ങളൊക്കെ ഇന്ന് മുതൽ തീരാൻ അല്ലെങ്കിൽ അവസാനിക്കുകയാണ്. കാരണം പോഷകങ്ങൾ വരുന്നു. പോഷകങ്ങൾ പതുക്കെ പതുക്കെ വരുമ്പോൾ അതിന്റെ കൂടെ വെള്ളം കൂടി വരുമ്പോൾ ശരീരം എന്ത് ചെയ്യും? ശരി, എന്നാ വേണ്ട റോ മെറ്റീരിയൽസ് ഒക്കെ വന്നല്ലോ, ഇനി എന്റെ പണി തുടങ്ങാം എന്ന് പറഞ്ഞ് ബോഡിയുടെ റിപ്പയർ മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യും. പ്രോട്ടീൻ വരുന്നു, എല്ലാം കിട്ടുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ബോഡി എന്ത് ചെയ്യും? വർക്ക് തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് അതെല്ലാം താഴേക്ക് പോകും. അതായത് കുറഞ്ഞ് അവസാനം ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും അടിപൊളിയായിട്ട് അത് കഴിച്ചതിന് ശേഷം എൻ്റെ ബാക്ക് പെയിൻ മാറി, എനിക്ക് ക്ഷീണം മാറി, എൻ്റെ മുടി കൊഴിച്ചിൽ മാറി, എൻ്റെ തലകറക്കം മാറി, എൻ്റെ പീരീഡ്സ് പ്രശ്നങ്ങൾ മാറി, എൻ്റെ മസിൽ പെയിൻ മാറി എന്നൊക്കെ നമ്മൾ പറയാൻ തുടങ്ങുന്നത് ബോഡി റിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ്, റോ മെറ്റീരിയൽസ് വെച്ച്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് റോ മെറ്റീരിയൽസ് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇനിയിപ്പോ ഓക്കെ ആയല്ലോ, കുഴപ്പമില്ല, റോ മെറ്റീരിയൽസ് സ്റ്റോപ്ഡ്. അപ്പൊ നോക്കുമ്പോ വീണ്ടും പതിയെ വീണ്ടും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. എന്തുകൊണ്ടാണ്? ബോഡിക്ക് വേണ്ട റോ മെറ്റീരിയൽസ് കിട്ടാത്തത് കൊണ്ടാണ്. കാരണം ഇത് മരുന്നല്ല. മരുന്നുകളാണ് നമുക്ക് എന്താ പറയാ, അതിനെ കഴിക്കുമ്പോൾ ഗുണം അങ്ങനെ ചെയ്യുന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ബോഡിയുടെ റിപ്പയർ ആണ് നടക്കുന്നത്. അപ്പോൾ റിപ്പയറിന് വേണ്ട സാധനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കൊടുത്താൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 80% രോഗങ്ങൾക്കും ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് പ്ലസ് നമ്മുടെ സീഡ്സിൽ പറയുന്ന ഫോർമുല ഇല്ലേ, അതിനകത്ത് പറയുന്ന എന്തൊക്കെയാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഉറക്കം, മതിയായ ഉറക്കം, ക്വാളിറ്റി സ്ലീപ്പ് എന്നാ പറഞ്ഞത്. ഒരു 6 to 7 മണിക്കൂർ ക്വാളിറ്റി ഉള്ള ഉറക്കം, ഉറങ്ങിയത് കൊണ്ട് കാര്യമില്ല, ക്വാളിറ്റി ഉള്ള ഉറക്കം. അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റ്, ഇമോഷണൽ വെൽബീയിങ്. നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, മക്കളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാം, പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതിനൊക്കെ സോൾവ് ചെയ്യാനുള്ള പല മാർഗങ്ങളുണ്ട്. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ റിക്രിയേഷൻ ആക്ടിവിറ്റീസിലൂടെ മാറ്റാം.
ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് RCMൽ സജീവമായിട്ട് നിൽക്കുക. RCM പ്രോഗ്രാമുകളിൽ എന്നും അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ എക്സസൈസ്, അത് ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ നമ്മൾ 20 മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് എങ്കിലും നമ്മുടെ ഹെൽത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ഓൺ യുവർ ഹെൽത്ത്, ഇൻവെസ്റ്റ് ഓൺ യുവർ ഹെൽത്ത് എന്നാണ് ഡോക്ടർ ഹരി പറഞ്ഞത്. അപ്പൊ ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നാളെ നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ROI ആയിട്ട് തിരിച്ചു തരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതാണ് ഇന്ന് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്ര പ്രായമായപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ഞാൻ കൊടുത്ത ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? വേണ്ടതൊന്നും കൃത്യമായിട്ട് കൊടുത്തില്ല, ചെയ്തില്ല, അറിഞ്ഞില്ല, ആർക്കും അറിയില്ലായിരുന്നു എന്തൊക്കെ ചെയ്യണമെന്ന്. അതുകൊണ്ട് വന്നതാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രോബ്ലംസ്. പക്ഷേ ഇന്ന് നമ്മള് ഈ RCMൽ വന്നു, കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു, നല്ല രീതിയിൽ പോകാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ നല്ല ഇൻവെസ്റ്റ്മെന്റാ കൊടുത്തുകൊണ്ടിരിക്കണേ. കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്ത ബാഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇപ്പൊ നമ്മൾ നല്ല ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഇതിന്റെ പലിശയായിട്ട്, ഇതിന്റെ കൂട്ടുപലിശയായിട്ട് നമുക്ക് നല്ല റിട്ടേൺസ് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അപ്പൊ അതിന് നമ്മളെ സപ്ലിമെന്റ് ആയിട്ട് സഹായിക്കുന്നതാണ് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ്. പിന്നെ അപ്പൊ നമ്മൾ ഇമോഷണൽ വെൽബീയിങ് പറഞ്ഞു, എക്സസൈസ് പറഞ്ഞു, ഡയറ്റ്. അപ്പോൾ എക്സസൈസിൽ ഒരു കാര്യം എടുത്ത് പറയുന്നത്, കഴിഞ്ഞ സുരേഷ് സാറ് വ്യക്തമായിട്ട് പറഞ്ഞു, എക്സസൈസിൽ കാർഡിയോ എക്സസൈസ്, ഹാർട്ടിന്റെ ബീറ്റ് കൂട്ടുന്ന അല്ലെങ്കിൽ ഹാർട്ടിന്റെ പമ്പിങ് അല്ലെങ്കിൽ ഹാർട്ടിനെ സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടി കാർഡിയോ എക്സസൈസ് അതിൽ ഉൾപ്പെടുത്തണം, സ്ട്രെച്ചിങ് എക്സസൈസ് അതിൽ ഉൾപ്പെടുത്തണം, അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് അതിൽ ഉൾപ്പെടുത്തണം, ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കൂട്ടാനുള്ള. ഇത് മൂന്നും കൂടി അതിനകത്ത് പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. അതോടൊപ്പം ഭക്ഷണത്തിന്റെ കാര്യമാണ് നമ്മൾ ആദ്യം ഇത്ര നേരം സംസാരിച്ചത്. പരമാവധി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് ഉണ്ടാക്കാം. അതല്ല നമ്മുടെ ഗാർഡൻ ഗോൾഡ്, ഹരിത സഞ്ജീവനിയിലെ പ്രോഡക്ട്സുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഇനി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് നിവൃത്തിയില്ലാത്തത് നമ്മൾ വേണ്ട രീതിയിൽ അതിനെ കഴുകി കൈകാര്യം ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ നല്ല ഭക്ഷണം കഴിക്കുക, ജങ്ക് ഫുഡിലേക്ക് പരമാവധി പോകരുത്. നോൺ വെജിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുക്കുക, തിരുത്തുക. ഇന്ന് നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളത് കിട്ടണമെന്ന് വാശി പിടിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ഒട്ടും മോശം, അതായത് ഗുണമില്ലാന്ന് നമുക്കറിയുന്ന സാധനങ്ങൾ മാത്രമേ അവർക്ക് വേണ്ടൂ. ഇതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത് പാരൻസിന്റെ കടമയാണ്. അത് കണ്ടില്ല എന്ന് നമ്മൾ നടിച്ചാൽ വലിയ വിപത്തുകൾ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണേണ്ടി വരും. നമ്മുടെ മക്കളുടെ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് നമ്മൾ അന്ന് അനുഭവിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ അവരുടെ വാശികളെ തടയിട്ടേ പറ്റൂ, അവരുടെ വാശികളെ തടഞ്ഞേ പറ്റൂ. കുട്ടി വാശി പിടിച്ചിട്ടാ എന്ത് ചെയ്യാനാ, സമ്മതിക്കണില്ല എന്ന് പറയുന്ന പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ലേസ് വാങ്ങിക്കൊടുക്കുന്നതും കൊക്കക്കോള പോലത്തെ ഡ്രിങ്ക്സ് വാങ്ങിക്കൊടുക്കുന്നതും ഐസ്ക്രീം 3ഉം 4ഉം ഐസ്ക്രീം ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. കുട്ടികൾ പറയുന്നതും അമ്മമാര്, ഞാൻ 3 ഐസ്ക്രീം കഴിച്ചു, ഞാൻ 4 ഐസ്ക്രീം കഴിച്ചു. എന്താണ് അവര് ചെയ്തതെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം ഇവിടെ കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞപ്പോ ഞാൻ ആ കുട്ടിയുടെ അമ്മയാണ് വഴക്ക് പറഞ്ഞത്. എന്തുകൊണ്ടാണ് 3 ഐസ്ക്രീം കൊടുത്തിട്ടും മിണ്ടാതിരിക്കുന്ന അമ്മ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു. ആ കുട്ടി 3 ഐസ്ക്രീം കഴിച്ചു, 4 ഐസ്ക്രീം കഴിച്ചു. ഒരു സ്നേഹമുള്ള അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് തന്നെ നമ്മൾക്കും പറഞ്ഞു കൊടുക്കണം, നമ്മളും ചിന്തിക്കണം. അപ്പൊ അതിൽ നിന്ന് മാറ്റാൻ നല്ല ഭക്ഷണത്തിലേക്ക് കടത്തിവിടുക, പ്ലസ് ന്യൂട്രി ചാർജ് സപ്ലിമെന്റ്സ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അർജുൻ സാർ നേരത്തെ സൂചിപ്പിച്ചു, റീസണബിൾ പ്രൈസ്, ക്വാളിറ്റി പ്രൊഡക്റ്റ്, നമുക്ക് എന്താ പറയാ, ആർക്കും വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതും, അതുപോലെ തന്നെ അതിനെ നമുക്ക് ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടുന്നതും ആയിട്ട് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സേഫ്റ്റി എന്താണ്? നമ്മൾ അത് നേരത്തെ പറഞ്ഞു, RDAയുടെ കറക്റ്റ് RDA 100% അല്ല അതിൽ പലതും കൊടുത്തിരിക്കുന്നത്, കുറച്ച് താഴെയാണ്. അതെന്തിനാണ്? ആർക്കും അത് ഓവർ ഡോസ് ആവരുത്, അത് കൂടിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാകരുത്, അതുകൊണ്ടാണ്. അപ്പൊ സിവിയർ ആയിട്ട് ഡെഫിഷ്യൻസി ഉള്ളവര് നമ്മുടെ സപ്ലിമെന്റ്സ് കൊണ്ട് മാത്രം ഓക്കെ ആവുമെന്ന് വിചാരിക്കരുത്. അത് നമ്മുടെ ഡോക്ടേഴ്സ് ഒരുപാട് പേര്, ഡോക്ടർ അജൻ സാറുണ്ട്, ഡോക്ടർ ഹരിശങ്കർ സാറുണ്ട്, അതുപോലെ കനകമ്മ മാഡം ഉണ്ട്. ഇവരുടെയൊക്കെ അഭിപ്രായ പ്രകാരം എക്സ്ട്രാ വേണ്ട സപ്ലിമെന്റ്സും കൂടി അവരുടെ നിർദ്ദേശപ്രകാരം എടുക്കണം, സിവിയർ ഡെഫിഷ്യൻസി ഉള്ളവര്. അല്ലാത്തവർക്ക് ഇത് തന്നെ മതി. അപ്പോൾ ഈ 5 കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യത്തോടു കൂടി അടിപൊളിയായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. അതിനകത്ത് നമ്മൾ വീടുകളിൽ പോയിട്ട് നമ്മൾ ന്യൂട്രീഷൻ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, അപ്പൊ ന്യൂട്രി ചാർജ് സപ്ലിമെന്റ്സിന്റെ എന്തിനാണ് ന്യൂട്രീഷൻ എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ന്യൂട്രീഷനും അതുപോലെ എക്സസൈസും. പിന്നെ നമ്മൾ ന്യൂട്രി ചാർജ് എടുക്കുമ്പോൾ, ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കണേന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട് അല്ലെ. ബേസിക് ആയിട്ട് എല്ലാവർക്കും വേണ്ടതാണ്, നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് PVMFOG.
അതായത് പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, ഒമേഗ 3 ആൻഡ് ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഗാമോറൈസനോള്. ഓക്കെ, അപ്പൊ പ്രോട്ടീന് നമുക്ക് പലതരത്തിലുള്ള പ്രോട്ടീൻ നമുക്ക് അവൈലബിൾ ആണ്. ഒരു സാഷ എടുത്താൽ 15 ഗ്രാം കിട്ടുന്ന 15 ഗ്രാം പ്രോട്ടീനും 5 ഗ്രാം ഫൈബറും കിട്ടുന്ന കൊക്കോ പ്രോഡക്റ്റും സ്ട്രോബെറി പ്രോഡക്റ്റും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് 6.4 ഗ്രാം ഒരു സ്കൂപ്പ് എടുത്താൽ 6.4 ഗ്രാം കിട്ടുന്ന ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഒരു സ്കൂപ്പ് എടുക്കുമ്പോൾ 8.4 ഗ്രാം കിട്ടുന്ന ന്യൂട്രിചാർജ് ഓൾപ്രോ പ്രോഡക്റ്റ്, ഓൾപ്രോ എന്ന് പറഞ്ഞ പ്രോട്ടീൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് S&F, അതുപോലെ തന്നെ ന്യൂട്രിചാർജ് കിഡ്സ്, ഇതിലൊക്കെ നമുക്ക് പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ പ്രോട്ടീൻ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കനകമ്മ മാഡം എപ്പോഴും പറയാറുണ്ട്, ഇനീഷ്യലി 2-3 ബോട്ടിൽ ന്യൂട്രിചാർജ് കേസർ പിസ്ത കഴിക്കുന്നത് നല്ലതാണ്. അതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ്, അതുപോലെ അതിനകത്തുള്ള ബയോ ആക്റ്റീവ് കുർക്കുമിൻ, അതുപോലെ തന്നെ അതിനകത്തുള്ള കേസർ പിസ്ത ബ്ലഡ് പ്യൂരിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഇതൊക്കെ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഏതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ന്യൂട്രിചാർജ് കേസർ പിസ്ത എടുക്കുമ്പോൾ 6.4 കിട്ടുള്ളൂ. അപ്പൊ 2 നേരം നമുക്കത് എടുക്കാം. വേണമെങ്കിൽ അതിന്റെ കൂടെ ഓൾപ്രോം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6.4 + 8.4 കിട്ടും. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫൈബറും ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് ബോഡിക്ക് എടുക്കാൻ പറ്റും. അപ്പൊ പ്രോട്ടീൻ നമ്മൾ നിർബന്ധമായിട്ട് എടുക്കണം. പ്രോട്ടീൻ ആണ് ഗ്രോത്ത് ആൻഡ് റിപ്പയറിന് വേണ്ട പ്രധാന റോ മെറ്റീരിയൽ പ്രോട്ടീൻ ആണ്. പ്രോട്ടീനും വെള്ളം ഉറപ്പായിട്ടും വേണം. പിന്നെ നമുക്ക് വൈറ്റമിൻസ് മിനറൽസിന് കുട്ടികൾക്കുള്ളതാണ് ന്യൂട്രിചാർജ് കിഡ്സ്, വലിയവർക്ക് പുരുഷന്മാർക്ക് ന്യൂട്രിചാർജ് മെൻ ഉണ്ട് 33 പോഷകങ്ങള്, സ്ത്രീകൾക്കുള്ള ന്യൂട്രിചാർജ് വുമൺ 50 പോഷകങ്ങള്. ഇത് നമ്മൾ അതിന്റെ ഒപ്പം തന്നെ എടുക്കാം. പിന്നെ ഫൈബർ പ്രോട്ടീനിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒമേഗ 3 എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഡോക്ടർ കപിൽ സാറിന്റെ ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങളൊരു PhD ഹോൾഡർ ആയിക്കോട്ടെ, നിങ്ങളൊരു റാങ്ക് മേടിച്ച ആൾക്കാരായിക്കോട്ടെ, എത്ര വലിയ ആളാണെങ്കിലും നിങ്ങളുടെ ബോഡി ഒമേഗ 3 പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഒമേഗ 3 ഭക്ഷണത്തിലൂടെ കിട്ടിയേ പറ്റൂ. അതും ഇന്ന് വളരെ ചുരുങ്ങിയ അളവിൽ മാത്രം. വെജിറ്റേറിയൻ ഫുഡിൽ പരമാവധി ഒമേഗ 3 കിട്ടാനുള്ള അവസരം കുറവാണ്. നോൺ വെജ് ഫുഡ് ആണെങ്കിലും അതിന്റെ പാചക രീതിയൊക്കെ അനുസരിച്ച് മാത്രമേ ഒമേഗ 3 നമുക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചിലതരം മത്സ്യങ്ങളിലാണ് ഒമേഗ 3 ഉള്ളതെങ്കിലും മത്തി പോലത്തെ മത്സ്യങ്ങളിലുണ്ട്. നമ്മുടെ പാചക രീതി വെച്ച് നോക്കുമ്പോൾ പരമാവധി ഒമേഗ 3 അതിൽ നിന്ന് പാചകം കഴിയുമ്പോഴേക്കും നഷ്ടമായി കഴിയും. കാരണം പരമാവധി പുഴുങ്ങി കഴിക്കുമ്പോഴൊക്കെയാണ് അതിന്റെ ഒമേഗ 3 നഷ്ടപ്പെടാതെ നമുക്ക് കഴിക്കാൻ കിട്ടുക എന്നാണ് പറയണത്. അതായത് ഫിലിപ്പീൻസ് ഒക്കെ അവിടെ അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക. മീൻ കഴിക്കുന്നൊക്കെ പുഴുങ്ങിയ പോലെ കഴിക്കുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന രീതിയിൽ വറുത്തും ഇതൊക്കെ ആയിട്ട് കഴിക്കുന്ന സമയത്ത് പലപ്പോഴും അതിൽ നിന്ന് ഒമേഗ 3 കിട്ടാറില്ല. അപ്പോൾ അവിടെ നമുക്ക് ഒമേഗ 3 സപ്ലിമെന്റ് എടുത്തേ പറ്റൂ. അപ്പോൾ മിനിമം ഒരു 3 ഒമേഗ 3 എങ്കിലും, ഒമേഗ 3യുടെ ഒരു 3 ക്യാപ്സ്യൂൾ എങ്കിലും ഒരാൾ കഴിക്കും മിനിമം. കാരണം 250 മില്ലിഗ്രാം ആണ് നമ്മുടെ ഒരു ഒമേഗ 3യുടെ ഡോസ്. അപ്പോൾ 3 എണ്ണം കഴിച്ചാൽ നമുക്ക് 750 കിട്ടും. ശരിക്കും 1000-ന് മുകളിൽ വേണം സ്ത്രീക്കും പുരുഷനും കിട്ടാനായിട്ട്. അപ്പോ അത്രയും ഒമേഗ 3 എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഇനി അല്ലെങ്കിൽ മിനിമം 3 എണ്ണെങ്കിലും കഴിക്കണം. ഒരെണ്ണം കഴിക്കുന്നവരോട് കഴിക്കണ്ട, നിർത്തിക്കൊള്ളാനാ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഗാമോറൈസനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പവർഫുൾ മിറക്കിൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അരിയുടെ തവിടുന്ന് എടുക്കുന്ന ഒറൈസനോൾ എന്ന് പറഞ്ഞ പവർഫുൾ ആന്റി ഓക്സിഡന്റ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ PVMFO എന്തിനാണ്? നമ്മുടെ കുറവുകളെ പരിഹരിക്കാനാണെങ്കിൽ, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഇല്ലാത്ത പോഷകങ്ങളെ കിട്ടാനാണ് നമുക്ക് PVMFO, അതിനെ നികത്താൻ. ഗാമോറൈസനോൾ എന്താ? കുറവ് നികത്തുന്നതല്ല, നമ്മുടെ ശരീരത്തിലേക്ക് ഇന്ന് കയറിക്കൊണ്ടിരിക്കുന്ന, ശരീരത്തിൽ സ്വയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫ്രീ റാഡിക്കൽസ്, മെറ്റബോളിസം, നമ്മുടെ ദഹന വാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫ്രീ റാഡിക്കൽസ്, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, നമുക്ക് മാനസിക പിരിമുറുക്കങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്, നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്, അതുപോലെ നമ്മുടെ പുറത്തുനിന്ന് നമ്മൾ കഴിക്കുമ്പോൾ അറിഞ്ഞറിയാതെ ശ്വസിക്കുമ്പോഴും കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴും കിട്ടുന്ന ഭക്ഷണങ്ങളിൽ നിന്നൊക്കെയുള്ള ടോക്സിൻസിനെയൊക്കെ നിർവീര്യമാക്കാനും അതിന്റെ ദോഷഫലങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷിക്കാനുമുള്ള ഒരു കവചമാണ് ഗാമോറൈസനോള്. അപ്പോൾ PVMFO കൊടുക്കുമ്പോൾ ബോഡിക്ക് കിട്ടേണ്ടത് കിട്ടാനും ബോഡിയുടെ മെക്കാനിസം കൃത്യമായി നടക്കാനും റിപ്പയറിനും എല്ലാം ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ഗാമോറൈസനോൾ ഹെൽപ്പ് ചെയ്യുന്ന എന്താ? നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു കവചമായിട്ട് നമ്മളെ സുരക്ഷാ വലയത്തിൽ നിർത്താനാണ് ഗാമോറൈസനോൾ സഹായിക്കുന്നത്. ആ ഗാമോറൈസനോൾ നമ്മൾ മിനിമം 2 എണ്ണമെങ്കിലും ഒരു ദിവസം കഴിക്കണം. 150 മില്ലിഗ്രാം ആണ് ഒരു ഗാമോറൈസനോളിന്റെ
ഡോസ് വരുന്നതെങ്കിൽ മിനിമം നമുക്ക് 300 കിട്ടണം. രോഗാവസ്ഥയിൽ അത് നമുക്ക് 2ന് 4 6 വരെ നമുക്ക് ആക്കി കഴിഞ്ഞാൽ മിറക്കിൾ റിസൾട്ടുകൾ കിട്ടിയ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഇന്ന് കാണുന്ന ഡയബറ്റീസ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, തൈറോയ്ഡ്, എല്ല് തേയ്മാനം, മാനസിക സമ്മർദ്ദം, ക്യാൻസർ, അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ, സ്ട്രോക്ക് വരാതിരിക്കാൻ, ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഗാമോറേസിനോള്. അത് കൊടുത്തിട്ട് നമുക്ക് അറിയാം, ഡോക്ടർ ദിനേശ് 20ഓളം പേരുടെ ക്യാൻസർ തന്നെ മാറ്റിയ റിസൾട്ടുകളൊക്കെ നമ്മളെ കാണിച്ചിട്ടുണ്ട്. അൾസർ മാറ്റിയത്, ഹൈപ്പോ തൈറോയിഡിസം മാറ്റിയത്, ഇതെല്ലാം നമുക്ക് അറിവുള്ളതാണ്. അപ്പോൾ ഗാമോറേസിനോള് നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗം നമ്മളാക്കുകയും ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക്, ഇതിനു വേണ്ടിയാണ് നിങ്ങളോട് ഞങ്ങൾ ഇതെടുക്കാൻ പറയുന്നത്, ബോഡിക്ക് റിപ്പയർ ചെയ്യാനും ബോഡി സ്വയമേവ അതിനെ ചികിത്സിക്കാനും, നമ്മുടെ ഇന്നത്തെ പരിതസ്ഥിതിയിലെ നമ്മുടെ പുറത്തെ ടോക്സിൻസ് അല്ലെങ്കിൽ വലിയ വലിയ മുള്ളുകൾ, വലിയ വലിയ വൈറസുകൾ, വലിയ വലിയ ആപത്തുകളിൽ നിന്ന് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനുമാണ് ഗാമോറേസിനോൾ എന്ന് നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ രോഗം ഇല്ലാത്തവരെ രോഗത്തിൽ നിന്ന് വരാതിരിക്കാൻ, രോഗം വരാതെ തടയാനും, രോഗമുള്ളവർക്ക് അതിനെ പതുക്കെ പതുക്കെ സബ്സൈഡ് ചെയ്ത് നോർമലിലേക്ക് കൊണ്ടുവരാനും മരുന്നിന്റെ അളവ് കുറയ്ക്കാനും ഈ PVMFOG നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഗാമോറേസിനോൾ പറയുമ്പോൾ പ്രത്യേകം നമ്മൾ ഓർക്കണം, കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ പ്രശ്നമില്ലാത്തവർ ഇന്ന് വളരെ കുറവാണ്. കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ എന്ന് പറഞ്ഞാൽ HDL, നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും, അതോടൊപ്പം തന്നെ രക്തത്തിന്റെ കട്ടി കുറയ്ക്കാനും ക്ലോട്ടുകൾ ഇല്ലാതിരിക്കാൻ സഹായിക്കാനും ഒക്കെ നമ്മുടെ ഗാമോറേസിനോൾ സഹായിക്കുന്നുണ്ട്. ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒമേഗ 3യും ഗാമോറേസിനോളും കൂടി ഒരുമിച്ച് കഴിച്ചാൽ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇതിലും വേറെ ഒന്നും ചെയ്യാനില്ല. അതുപോലെ സ്ട്രോക്ക് വരാതിരിക്കാനും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ എടുക്കുന്ന കാര്യം നമ്മുടെ മുൻപിലിരിക്കുന്ന കസ്റ്റമറോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മളും ആദ്യം ബോധവാന്മാരാകാം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ്. ഈ ബേസിക് പ്രൊഡക്ട്സ് രോഗം വരാതിരിക്കാനാണ്, അല്ലെങ്കിൽ രോഗത്തിന്റെ കാഠിന്യം പതുക്കെ കുറയ്ക്കാനാണെങ്കിൽ, സീരിയസ് ആയിട്ട് ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക്, ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ, ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് 1, 2, 3 അല്ലെങ്കിൽ സിറോസിസ്, അങ്ങനത്തെ ലിവർ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് കൊടുക്കേണ്ട ഒന്നാണ് ന്യൂട്രിചാർജ് ബയോ ഏജ്. നമുക്കറിയാം ഡിറ്റോക്സിഫൈ ചെയ്യാനും അതുപോലെ വയറിലെ ഡൈജഷൻ മെച്ചപ്പെടുത്താനും ഹെൽപ്പ് ചെയ്യുന്ന 72 പോഷകങ്ങൾ അടങ്ങിയതാണ് ന്യൂട്രിചാർജ് ബയോ ഏജ്. കണ്ണിന്റെ പ്രശ്നങ്ങൾ, ഇന്ന് നമ്മുടെ മൊബൈൽ യൂസ്, ലാപ്ടോപ്പ് യൂസ്, അതുപോലെ സൺലൈറ്റിൽ നിന്നും ബ്ലൂ ലൈറ്റിൽ നിന്നും നമ്മുടെ LED ലൈറ്റിൽ നിന്നൊക്കെ ഉള്ള റേസിനെ, ബ്ലൂ റേസിൽ നിന്ന് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതിന്റെ ഡാമേജിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനുള്ളതാണ് ലൂട്ടിനും സിയാസാന്തിനും 1:5 അടങ്ങിയിട്ടുള്ള ന്യൂട്രിചാർജ് വ്യൂ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിനെ ഡിറ്റോക്സിഫൈ ചെയ്യാനും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാനും സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങളിൽ നമ്മളെ രക്ഷിക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ന്യൂട്രിചാർജ് S5. കരിഞ്ജീരകം, ആര്യവേപ്പ്, പുതിന, കറ്റാർവാഴ, തുളസി, 5 ഔഷധങ്ങൾ അടങ്ങിയത്. അതുപോലെ നമുക്ക് തീരെ തടിയില്ലാതെ മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്ന ആളുകൾക്ക് മസിൽസിനോടുകൂടി മസിൽ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ട് ബോഡിനെ ഫിറ്റ് ആക്കാനുള്ള ന്യൂട്രിചാർജ് ഗെയിനർ, ആയുഷിന്റെ അംഗീകാരം കിട്ടിയ അശ്വഗന്ധ ചേർന്ന പൈൻ മരത്തിന്റെ എക്സ്ട്രാക്ട് ചേർന്നിട്ടുള്ള ന്യൂട്രിചാർജ് ഗെയിനർ. അതുപോലെ ഒരുപാട് ഫാറ്റ് ഉള്ളവർക്ക് മസിൽ SMR, എന്താ പറയാ, ഫാറ്റിന്റെ അളവ് കുറയ്ക്കാൻ, ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കാനും പുതിയ ഫാറ്റുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് തടയാനും ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ന്യൂട്രിചാർജ് S&F. അതിനകത്ത് നമുക്കറിയാം കൊടംപുളിയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, സിന്നമോൺ എക്സ്ട്രാക്ട് ഉണ്ട്. അപ്പൊ ഇത് കഴിച്ച് ഞരക്കെട്ടിന്റെ വിസ്തീർണം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ക്ലിനിക്കലി പ്രൂവൺ പ്രൊഡക്റ്റ് ആണ്. അതിനകത്തുള്ള കൊടംപുളിയുടെ എക്സ്ട്രാക്റ്റും അതുപോലെ CLA-യും അതുപോലെ തന്നെ നമ്മുടെ സിന്നമോൺ എക്സ്ട്രാക്റ്റും എന്താണ്, 3ഉം ക്ലിനിക്കലി പ്രൂവൺ പ്രൊഡക്റ്റ് ആണ്. ഇത് മൊത്തത്തിലുള്ള ന്യൂട്രിചാർജ് S&F-ഉം ക്ലിനിക്കലി പ്രൂവൺ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അത് കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് ഫാറ്റ് ലോസിന്, വെയിറ്റ് ലോസ് എല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഫാറ്റ് ലോസ് ചെയ്യാനായിട്ട്, വിസറൽ ഫാറ്റ് കുറയ്ക്കാനായിട്ടും സബ്ക്യൂട്ടനസ് ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ പ്രശ്നങ്ങൾക്ക് നമുക്ക് സെപ്പറേറ്റ് പ്രൊഡക്ട്സ് നമ്മൾ PVMF കൂടാതെ എടുക്കണം. മുട്ടുവേദനയ്ക്ക്, മുട്ടിന്റെ തേയ്മാനത്തിന് അവിടുത്തെ കാർട്ടിലേജിന്റെ തരുണാസ്ഥിയെ റീജനറേറ്റ് ചെയ്യാൻ, വീണ്ടും ഉണ്ടാക്കി കൊണ്ടുവരാനും, അവിടുത്തെ വറ്റിപ്പോയ ദ്രാവകത്തെ വീണ്ടും കൊണ്ടുവരാനും, കാലിലേക്ക്, എല്ലിലേക്ക് പരമാവധി കാൽസ്യം മഗ്നീഷ്യത്തെ കൊണ്ടുവന്നുകൊണ്ട് എല്ലിനെ ബലം കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ന്യൂട്രിചാർജ് BJ മിറക്കിൾ പ്രൊഡക്റ്റ്, ക്ലിനിക്കലി പ്രൂവൺ പ്രൊഡക്റ്റ്. ഇത് നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കുള്ള പ്രൊഡക്റ്റുകളാണ്. ഇപ്പോൾ അവസാനം രണ്ടാമത് പറഞ്ഞത്. ആദ്യം പറഞ്ഞ ബേസിക് ആയിട്ട് എല്ലാവർക്കും വേണ്ടത്, രണ്ടാമത് പറഞ്ഞ ഓരോരോ പ്രശ്നങ്ങളുള്ളവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുത്തുകൊണ്ട് നമ്മൾ ഇത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുക. പക്ഷെ ചില ആളുകൾ ചിലപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് എല്ലാം കൂടി എടുക്കാൻ തയ്യാറാവില്ല. അവിടെ നമുക്ക് 2 രീതി അവലംബിക്കാം. ഒന്ന്,
ഒരു കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ, ഒരു മുട്ട് വേദന, മുട്ട് മാറ്റി വെക്കുന്ന സർജറിക്ക് വരുന്ന പൈസ നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാം. അതിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് സേവ് ചെയ്യാൻ പറ്റുന്നതെന്നും അതിലൂടെ നമുക്ക് പിന്നീട് കിട്ടുന്ന മെച്ചങ്ങളും പറഞ്ഞു കൊടുക്കാം. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മുട്ടുവേദനയിലേക്ക് പോയി കഴിഞ്ഞാൽ, മുട്ട് മാറ്റി വെക്കുന്ന സർജറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന നഷ്ടങ്ങൾ കാണിച്ചു കൊടുക്കാം. അതിന് സഹിക്കുന്ന വേദന, അതിന് ചിലപ്പോൾ കോംപ്ലിക്കേഷൻ വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ മുട്ട് മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് നടക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ചെയ്യുന്ന സർജറി. അപ്പോൾ അതിന്റെ കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരിതിലേക്ക് കൊണ്ട് ഈ പാക്കേജ് എടുപ്പിക്കാം. ഇനി അതല്ലെങ്കിൽ മിനിമം അവർക്ക് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് മിനിമത്തിൽ ഒരു പാക്കേജ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ബേസിക് പ്രോഡക്ട്സ്. ഇനി ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, അത് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ ഒരു കൗൺസിലിങ്ങിലൂടെയാണ് നമുക്ക് ന്യൂട്രിചാർജ് പ്രൊഡക്ട്സ് അവർക്ക് കൊടുക്കാൻ പറ്റുക. കാരണം കൗൺസിലിംഗ് ഇല്ലാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ 1-2 മാസം കഴിക്കും, പിന്നെ അവര് കഴിക്കാൻ മറന്നു പോകും, അല്ലെങ്കിൽ വേണ്ടാന്ന് പറയും, അല്ലെങ്കിൽ ആരെങ്കിലും അവരോട് എന്തെങ്കിലും പറഞ്ഞപ്പോൾ അവർ റിജക്റ്റ് ചെയ്യും. അങ്ങനെ പല രീതിയിൽ അവർ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് ഓരോന്ന് കൊടുക്കുമ്പോഴും അത് കഴിക്കുമ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് വരാകുന്ന ചില ഇനീഷ്യൽ ട്രബിൾസ് ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ശരീരത്തിന് ഇതുവരെ കിട്ടാത്ത പോഷകങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ ശരീരം കാണിക്കുന്ന എന്താ പറയുക, അവിടെ ഒരു അഴിച്ചുപണി നടക്കും. അഴിച്ചുപണി നടക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്. ചിലർക്ക് ഗ്യാസ് ആയിട്ടായിരിക്കും, ചിലർക്ക് എന്തെങ്കിലും വേദനകളായിട്ടായിരിക്കും, ചിലർക്ക് ലൂസ് മോഷൻ ആയിട്ടായിരിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നും പോഷകങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു അഴിച്ചുപണി നടക്കുമെന്നും അത് നടക്കുമ്പോൾ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടെന്നും എന്ത് വന്നാലും എന്നെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞു കൊടുക്കണം. അത് ഒരു ഫാമിലി ആയിട്ട് കൊടുക്കാൻ പറ്റില്ല ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിത് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾ ശരിക്കും അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കുകയും അവരുടെ ഈ പ്രോബ്ലംസിന് ഇത് നമ്മൾ എടുത്തില്ല എങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇന്നലെ ഞങ്ങൾ പോയ വീട്ടില് ഒരു നടുവിന് വേദനയാണ് അവർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നടുവിന് വേദനയുണ്ട് മാഡത്തിന്, ഇപ്പൊ വേണമെങ്കിൽ മാഡത്തിന് ഇത് എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാം, പ്രശ്നമില്ല, കുറച്ച് നാളൊക്കെ അങ്ങനെ പോകും. പക്ഷെ കുറച്ചുകൂടി കഴിയും തോറും ബോഡി ഒട്ടും പറ്റാതെ വരും. നമ്മൾ കിടന്നു പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ തീരെ പറ്റാതെ ഒരാളെ ആശ്രയിക്കുന്ന ഒരു സമയം വരും. ആ സമയത്ത് ഇന്ന് ആർക്കും സമയമില്ലാത്ത സമയമാണ്. ചിലപ്പോൾ ആ സമയത്ത് സർജറി മാത്രമേ ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അന്ന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില, അന്ന് നമ്മുടെ ശരീരത്തിന് അതായത് പെയിൻ ആയിട്ട് നമ്മൾ സഹിക്കേണ്ടി വരുന്നതും പൈസയായിട്ട് നമുക്ക് ചെലവാകുന്നതും മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ചിന്തിച്ചു നോക്കുമ്പോൾ അതിലും എത്രയോ ബെറ്ററാണ് ഇപ്പോഴേ നമ്മൾ അതിനെ സ്റ്റാർട്ട് ചെയ്ത് അതിനെ പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരാന്നുള്ളത്. ഇത് ചെയ്തില്ലെങ്കിൽ ഇത് പതുക്കെ പതുക്കെ കൂടി തന്നെ പോവുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവരത് വാങ്ങിക്കാനായിട്ട് തയ്യാറായത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ടെസ്റ്റിമോണിയൽസ്. ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയവരുടെ വീഡിയോസ്. അത് എത്രയും ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ അത്രയും നല്ലത്. 2-3 മിനിറ്റിൽ ഒതുങ്ങുന്ന വീഡിയോസ് ആണ് ആളുകൾക്ക് കണ്ടു നിൽക്കാനും കേട്ടു നിൽക്കാനും ഇഷ്ടമുണ്ടാവുള്ളൂ. രണ്ടാമത്തത് നമ്മുടെ ബോഡി സ്കാനർ. ബോഡി സ്കാനറിൽ നമ്മുടെ ഡോക്ടർ രാജൻ സാർ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നതാണ്. സാറ് ഇഷ്ടമാതിരി ബോഡി സ്കാനിങ് ചെയ്യുന്നതാണ്. ബോഡി സ്കാനറിൽ കയറ്റി നിർത്തി അവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഇങ്ങനെയാണെന്നും ഇത് ഇതുപോലെ തുടർന്നു കൊണ്ടുപോയാൽ ഇത് എവിടേക്കാണ് പോകാൻ പോകുന്നതെന്നും അവരെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അവരതിന്റെ മിനിമം എങ്കിലും വാങ്ങാൻ തയ്യാറാകും. എല്ലാം പലരും വാങ്ങില്ല, ചിലർ വാങ്ങാൻ തയ്യാറാവില്ല, ചിലർ എല്ലാം വാങ്ങുന്നവരുണ്ട്. കൃത്യമായി എനിക്ക് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്, എന്താണോ നമ്മൾ പറഞ്ഞു കൊടുത്തത് അത് കൃത്യമായിട്ട് 2 വർഷത്തോളം 3 വർഷത്തോളമായിട്ട് മുടങ്ങാതെ കഴിക്കുന്ന 1-2 കസ്റ്റമേഴ്സ് ഉണ്ട്. അത് പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യില്ല. കുറെ പേര് അവര് തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ അങ്ങനെയുള്ള ഒരു മിനിമമെങ്കിലും അത് ആവശ്യമാണെന്നും അത് കഴിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്നലെ എന്നോട് ആ മാഡം ചോദിച്ചു, എത്ര നാള് കഴിക്കണം ഇതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എത്ര നാള് നമ്മൾ ചോറ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചോറ് കഴിക്കുന്നത് നമ്മൾ എനർജി കിട്ടാനും ഇതിനൊക്കെ വേണ്ടി തന്നെയാണ്. ആ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടാത്ത ഒരുപാട് പോഷകങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ഗ്യാപ്പ് ഉള്ളിടത്തോളം കാലം നമ്മുടെ പ്ലേറ്റിൽ എത്രയാണോ വേണ്ടത് നമുക്കത് കിട്ടുന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ ആവശ്യത്തിന് നിറവേറ്റുന്നില്ല പ്ലേറ്റിലെ ഭക്ഷണം. അങ്ങനെ ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളിത് തുടർന്ന് കഴിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ബോഡി സ്കാനർ ഇല്ലാത്തവര് വാങ്ങിച്ചവർ അതിന് ഉപയോഗിക്കുക. ബോഡി സ്കാനറിൽ കയറ്റി 1-2 പേര് ഒരു ദിവസം നിർത്തുക. അവര് പ്രൊഡക്റ്റ് വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ ഒരു ബോഡി സ്കാനർ ഉണ്ടെന്നും അതിൽ നിന്നാൽ ശരീരത്തിന്റെ ഇത്രയും കാര്യങ്ങൾ അറിയാമെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യും. ചിലപ്പോൾ അവർ തന്നെ പുതിയ ആളുകളെ കൊണ്ടുവരും. അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ന്യൂട്രിചാർജ് പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ടൂൾസ്, ഇന്ന് നമുക്ക് ന്യൂട്രിചാർജ് പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടംമാതിരി ടൂൾസ് ഉണ്ട് അല്ലെ. ടൂൾസിൽ നമുക്കറിയാം
മനീഷ മാഡം തന്നെ തന്നിരിക്കുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. ന്യൂട്രിചാർജ് വുമന്റെ ഇഷ്ടംമാതിരി ടൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ സ്പൈറൽ ബുക്ക്, നമ്മുടെ സ്പൈറോ ബുക്കിൽ നമുക്ക് കാണിച്ച ഒരു ഡോക്ടറോട് ഒരു റെപ്പ് പറയുന്നത് പോലെ പേജ് മറിച്ച് അവരുടെ കണ്ണിൽ നോക്കി നമുക്ക് അതിന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് പല ബുക്കുകളും ഉണ്ട്. അതിലകത്ത് ഒരു ടൂളാണ് ഇത്. എത്ര പേരെ കയ്യിൽ എനിക്ക് ഉണ്ടെന്ന് അറിയില്ല. ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതിപ്പോ പേര് നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. വാട്ട് യുവർ ഡോക്ടർ ഡസ് ഇൻ നോ അബൌട്ട് ന്യൂട്രീഷൻ മെഡിസിൻ മേ ബി കില്ലിങ് യു എന്നാണ് ഈ ബുക്കിന്റെ പേര്. ഇത് ആമസോണിൽ വാങ്ങാൻ കിട്ടും, ഫ്ലിപ്കാർട്ടിൽ വാങ്ങാൻ കിട്ടും. ഒന്നുകൂടി പറയാം പേര്, വാട്ട് യുവർ ഡോക്ടർ ഡസ് ഇൻ നോ അബൌട്ട് ന്യൂട്രീഷൻ മെഡിസിൻ മേ ബി കില്ലിങ് യു. ഈ ബുക്ക് ഞാൻ ന്യൂട്രിചാർജ് നമ്മുടെ സുരേഷ് സാറിന്റെ ഒരു ക്ലാസ് കേട്ടിട്ടാണ് ഞാൻ ഈ ബുക്ക് പർച്ചേസ് ചെയ്തത്. ഇത് ഡോക്ടർ റേ ഡി സ്ട്രാൻഡ് എന്നാണ്, ഒരു MD ഡോക്ടർ എഴുതിയ ബുക്കാണിത്. അമേരിക്കയിലുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ വൈഫിന് ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞ രോഗം വന്ന് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടറായ ഭർത്താവിന് സാധിച്ചില്ല. അങ്ങനെ ആ ലേഡിയെ വിസിറ്റ് ചെയ്ത ഒരു വിസിറ്റർ പറഞ്ഞതനുസരിച്ച് അവർ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഉപയോഗിക്കുകയും അതിനുശേഷം അവരുടെ രോഗം മാറി പൂർവ്വ സ്ഥിതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തപ്പോൾ അന്ന് മുതൽ ആ ഡോക്ടർ എടുത്ത തീരുമാനമാണ് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ആണ് ശരീരത്തിന് വേണ്ടതെന്നും അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്നും പറഞ്ഞ് അദ്ദേഹം എഴുതിയ ബുക്കാണിത്. ഇതിനകത്ത് ഒരുപാട് പേർക്ക് അദ്ദേഹം കൊടുത്തിട്ടിയ റിസൾട്ടുകളും അദ്ദേഹത്തിന്റെ വൈഫിന്റെ അനുഭവങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ കരിയറിലെ അനുഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ലാസ്റ്റ് ഒരു പേജിൽ എടുത്തു പറയുന്നുണ്ട്, അമേരിക്കൻ ജേണലിൽ വന്നൊരു വാർത്തയാണ്. അതായത് 1,00,000 പേരോളം ആളുകളാണ് ഒരു വർഷം മരുന്നുകൾ കൊണ്ട് മാത്രം മരിക്കുന്നത്. മരുന്നുകൾ ഉപയോഗിച്ചിട്ട് മരിക്കുന്നത് 1,00,000 പേരാണ് ഒരു വർഷം. 2 മില്യൺ ആളുകൾക്കാണ് മരുന്നിന്റെ കോംപ്ലിക്കേഷൻസ് ഒരു വർഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളും ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഉപയോഗിച്ചാൽ ഉണ്ടാകില്ല. അതായത് മരുന്നിലേക്ക് പോകണോ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിലേക്ക് പോകണോ എന്ന് ആളുകൾക്ക് സംശയം ഉണ്ടാവും. ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഉപയോഗിച്ചാൽ ഒരിക്കലും ഒരു കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ അതിനൊരു സൈഡ് ഇഫക്റ്റോ വരുന്നില്ല. ചില ആളുകൾക്ക് പറയും, അയ്യോ എനിക്കത് കഴിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല, റിസൾട്ട് ഒന്നും ഉണ്ടായില്ല. കാരണം എന്താണ്? അവരുടെ ബോഡിക്ക് ഓൾറെഡി എല്ലാം വേണ്ടത് കൃത്യമായിട്ടുണ്ട്. അപ്പൊ പോരായ്മയൊന്നുമില്ല, അവർ പ്രോബ്ലത്തിലേക്ക് പോയി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് മാറ്റമൊന്നും തോന്നാത്തത്. ചില ആളുകൾക്ക് മാറ്റം തോന്നാത്തതിന്റെ കാരണം അവരുടെ വയറിന് നമ്മൾ ഈ കൊടുത്ത സപ്ലിമെന്റ്സിന് എടുക്കാനുള്ള കഴിവില്ല. വയർ അത്രയ്ക്കും കേടുവന്നു കഴിഞ്ഞു. അപ്പൊ വയറിനെ ശരിയാക്കാനുള്ള ന്യൂട്രിചാർജ്, ബയോയിച്ച്, അതുപോലെ ഉദർസഫ കൊടുത്ത് വയറിളക്കുക, തവിടെണ്ണ കുടിപ്പിക്കുക, ഇതൊക്കെ ചെയ്തിട്ട് അവരെ പിക്കപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ന്യൂട്രി സപ്ലിമെന്റിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവരെ ബോഡിക്ക് അതിന്റെ റിസൾട്ട് കിട്ടാൻ തുടങ്ങുള്ളൂ. അപ്പൊ ഒരാൾക്ക് ന്യൂട്രി സപ്ലിമെന്റ്സ് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ 2 കാരണമാണ്. ഒന്ന്, അവരുടെ ബോഡിയിലെല്ലാം ആഡിക്വേറ്റ് ആയിട്ട് ഉണ്ട്, വലിയ ഡെഫിഷ്യൻസിയിലേക്ക് അവർ എത്തിയിട്ടില്ല. രണ്ടാമത്തത്, അവരുടെ ബോഡിക്ക് അത് എടുക്കാനുള്ള കഴിവില്ല. അപ്പൊ അവരുടെ ബോഡിയുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ നോക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് അവരുടെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് ന്യൂട്രിചാർജ് സപ്ലിമെന്റ്സ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്തിനാണ് ഈ കാലഘട്ടത്തിൽ ഇതിന്റെ ആവശ്യകത. നമ്മളോട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അവരോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ? നിങ്ങളുടെ പാരന്റ്സ് കഴിച്ച ഭക്ഷണമാണോ നിങ്ങൾ കഴിക്കണേ? ഇങ്ങനെ നിങ്ങൾ omega-3 എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങളുടെ പ്ലേറ്റിൽ എത്ര പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ ഒന്ന് പറയൂ. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇന്ന് ന്യൂട്രിചാർജ് വുമൺ കഴിച്ച് നാളേക്ക് നമ്മുടെ കാലുവേദന മാറില്ല. അപ്പൊ അങ്ങനത്തെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാ. അതേപോലെ തന്നെ ഇതിന്റെ ഏതൊക്കെ പ്രോഡക്ട്സ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രോഡക്ട്സ് കൊടുക്കുമ്പോൾ എന്തൊക്കെ അതിന്റെ കൂടെ പറഞ്ഞു കൊടുക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും തീർച്ചയായിട്ടും നമ്മൾ അറിയണം. അതിന് ന്യൂട്രിചാർജിന്റെ ഓരോ പ്രോഡക്റ്റിനെ പറ്റി പഠിക്കാതെ നിങ്ങൾ ന്യൂട്രിചാർജ് പ്രൊമോട്ട് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിന്റെ ടൂൾസ് ഉപയോഗിക്കുക, ടെസ്റ്റിമോണിയൽസ് ഉപയോഗിക്കുക, ആളുകളെ കൗൺസിൽ ചെയ്യാൻ പഠിക്കുക, ബോഡി സ്കാനർ ഉപയോഗിക്കുക. എല്ലാവർക്കും ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു വർഷം, കാരണം ഇത് ആരോഗ്യത്തിന്റെ വർഷമായിട്ട് TCG പറഞ്ഞിരിക്കുന്ന വർഷമാണ്, നമ്മൾ എല്ലാവരും കൂടുതൽ ആരോഗ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മുടെ ന്യൂട്രിചാർജ് കൊടുക്കുന്ന വീടുകളിലൊക്കെ പരമാവധി FMCGയും കൊടുക്കുക. കാരണം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചായപ്പൊടി, പാചക എണ്ണ, ഇതിലൂടെ വരുന്ന മായങ്ങൾ നമ്മൾ വീണ്ടും ന്യൂട്രിചാർജ് കഴിക്കുന്നതിനെ ന്യൂട്രലൈസ് ചെയ്യും. ഒരു സ്ഥലത്തോടെ നല്ലത് വരുന്നു, ഒരു സ്ഥലത്തോടെ മോശം വരുന്നു. അപ്പൊ രണ്ടും കൂടി ഇതായിട്ട് പോകും. പ്രത്യേകിച്ച് അവിടെ റിസൾട്ട് വരില്ല. അപ്പൊ അവരോട് പറയാം അതും കൂടി നിങ്ങൾ നല്ലത് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ അതിലേക്ക് സാധിക്കും. അങ്ങനെ എല്ലാവരിലേക്കും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു
കുടുംബം പോലെ ന്യൂട്രിചാർജിനെ വേൾഡ് വൈഡ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ആരോഗ്യം മുൻപോട്ട് കൊണ്ടുവരാൻ, ആരോഗ്യ കാര്യത്തില് ഇന്ന് പിന്നോക്കമാണ് കേരളമെങ്കിൽ, മലയാളികൾ ഇന്ന് പിന്നോക്കമാണെങ്കിൽ ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികളുടെ എണ്ണം കുറയ്ക്കാനും എല്ലാവരെയും ആരോഗ്യത്തോടു കൂടി എങ്ങനെ ജീവിക്കാന്ന് പഠിപ്പിക്കുക. രോഗം വന്നാൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാതെ, രോഗം വന്നാലുള്ള ട്രീറ്റ്മെന്റിനെ പറ്റി ചിന്തിക്കാതെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ആളുകളായിട്ട് നമ്മളെല്ലാവരും മാറട്ടെ. നമ്മുടെ ചുറ്റിനുള്ളവർക്ക് ആ ഒരു ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി. എല്ലാവരും ന്യൂട്രിചാർജ് സപ്ലിമെന്റ്സിനെ, ന്യൂട്രീഷൻ സെഗ്മെന്റിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അതിലൂടെ നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. താങ്ക് യു JRCM, ഗുഡ് RCM, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എൻ്റെ ഗ്രേറ്റ് ലീഡർ ഡോക്ടർ രാജൻ സാറിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു അറിവുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ ലീഡേഴ്സിനാണ്. അവരാണ് എന്നെ ഇതുപോലെ പ്രാപ്തമാക്കിയത്. എനിക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും അവസരം തരുന്നതും എല്ലാം എൻ്റെ ലീഡേഴ്സാണ്. അവർക്ക്